ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത് വയലറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യമഹ RX100ന്റെ ക്ലച്ച് കേബിൾ, ഒരു സ്പാനറും അതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പം മാറ്റാൻ കഴിയും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഊരിയെടുക്കുന്നത് ഈ ഗിയർ ലിവർ ആണ്. പിന്നെ ഈ കാണുന്ന ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ കയ്യിലേക്ക് വരും. പിന്നെ ഇത് 10ന്റെ സ്പാനറാണ്. ഈ സ്പാനർ വെച്ച് നമുക്കിത് ഊരിയെടുക്കാം. പിന്നെ ഈ കാണുന്ന ഒരു എഞ്ചിന്റെ കവർ കൂടി നമുക്ക് ഊരി മാറ്റാം. ക്ലച്ച് കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് ഇതിന്റെ ഉൾഭാഗത്താണ്. അപ്പോൾ ഈ ഒരു കവർ കൂടി നമുക്ക് ഊരി മാറ്റാം. പിന്നെ ഇതിന്റെ ചില സ്ക്രൂ എല്ലാം ഇതുപോലെ ഊരിയെടുക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഊരേണ്ട ഭാഗത്തേക്ക് ചെറിയ ഫോഴ്സിൽ 1-2 തട്ട് കൊടുത്തതിന് ശേഷം ഊരാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ ഊരി മാറ്റുന്നത് കേബിളിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഇത് ഒരേപോലെ ആക്കിയതിന് ശേഷം കേബിൾ ഇതാ ഒന്ന് പുറത്തേക്ക് വലിച്ചു പിടിച്ചതിന് ശേഷം താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വളരെ എളുപ്പം തന്നെ ഊരി വരുന്നതാണ്. ഇതിനാണ് കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു സ്പ്രിങ് കൂടി ഊരി മാറ്റാം. പിന്നെ പതുക്കെ ഒന്ന് പുറകോട്ടാക്കാം. അതിനുശേഷം കേബിളൊന്ന് വലിച്ചു നോക്കാം. ഈ ഒരു കുഞ്ഞു സാധനം കൂടി ഇതിൽ നിന്ന് ഊരി മാറ്റിയാൽ മാത്രമേ കേബിള് പുറത്തേക്ക് ഇതുപോലെ വരികയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉൾവശം ഓയിലും മണ്ണുമൊക്കെയാണ്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഈ കാണുന്ന ചെറിയ സാധനം എടുത്ത് ചാടരുത്, നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിൻ്റെ ഉൾവശം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം. കേബിളിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സാധനം കളഞ്ഞില്ലെങ്കിൽ ഇതൊന്ന് ഇതിന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗം പുറകോട്ടി ആക്കാം. എന്നിട്ട് കേബിൾ ഇതിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ കേബിൾ കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പ്രിങ് ഈ കാണുന്ന ഒരു ഹോളിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ കേബിൾ നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് സ്മൂത്തായി വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉൾവശത്തേക്ക് കുറച്ച് ഗ്രീസ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കേബിൾ കണക്ട് ചെയ്തൊക്കെ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാം.
ഇതിനുണ്ടായിരുന്ന സ്ക്രൂവിന് ഡാമേജ് പറ്റിയോണ്ട് പുതിയ സ്ക്രൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ത്രെഡിനൊക്കെ കുറച്ച് ഗ്രീസൊക്കെ ആക്കി കൊടുക്കാം. കാരണം നമ്മൾ പിന്നീട് എപ്പെങ്കിലും ഊരി എടുക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഫുള്ള് ടൈറ്റ് ചെയ്യണ്ട. ഈ കാണുന്ന സ്ക്രൂ ഒക്കെ ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെച്ചാൽ മതി. പിന്നെ ഈ കേബിളിൻ്റെ മറ്റേ വശം കണക്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്യാം. കേബിളിൻ്റെ ഈ ഒരു ഭാഗം ഈ കാണുന്ന ഒരു ഹോളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഒന്ന് വലിക്കാം. ഇതാ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം കൂടി നമുക്ക് ടൈറ്റ് ചെയ്യാം. ക്ലച്ച് നല്ല ടൈറ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ക്ലച്ച് കേബിളിൻ്റെ വർക്ക് ഏതാണ്ട് സ്മൂത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ നിങ്ങൾ പെടും എന്ന് എനിക്കറിയാം. പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ. പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ യമഹ RX-Z എൻജിൻ പെയിൻറ്റിങ്, കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ പാർട്സ്, റീസ്റ്റോറേഷൻ റിവ്യൂ, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാം. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.